അപ്പം ഈസ്റ്റ് ബെർലിനെയും വെസ്റ്റ് ബെർലിനെയും സെപ്പറേറ്റ് ചെയ്ത വാൾ ഉണ്ടായിരുന്നില്ലേ, ബെർലിൻ വാള്. അപ്പോൾ ആ വാള് നിന്ന സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ അതിപ്പോൾ കമ്പിയിട്ട് എത്ര ഹൈറ്റിലാണ് ഉണ്ടായിരുന്നത്, ആ ഹൈറ്റ് കറക്റ്റായിട്ട് ഇവരവിടെ കാണിക്കുന്നുണ്ട്. 1939 തുടങ്ങിയ രണ്ടാം ലോക മഹായുദ്ധം ഏകദേശം 1945 ജർമ്മനി കീഴടങ്ങിയതോടുകൂടി അവസാനിക്കുകയായിരുന്നു. ജർമ്മനി തോറ്റതിനു ശേഷം ജർമ്മനിയെ ഈസ്റ്റേൺ ജർമ്മനി എന്നും വെസ്റ്റേൺ ജർമ്മനി എന്നും രണ്ട് ഭാഗമായി തിരിച്ചു. ഈസ്റ്റ് ബെർലിൻ എന്ന ആൾക്കാര് വെസ്റ്റ് ബെർലിൻ അല്ലെങ്കിൽ വെസ്റ്റ് ജർമ്മനിയിലേക്ക് പോവാതിരിക്കാൻ ഈസ്റ്റ് ജർമ്മനി 1961 ബെർലിൻ വാള് കെട്ടി. ആ വാള് ഫിസിക്കലിയും ഐഡിയോളജിക്കലിയും ബെർലിനെ ഈസ്റ്റും വെസ്റ്റുമായി തിരിച്ചു. ആദ്യം കമ്പി കൊണ്ടൊക്കെയാണ് കെട്ടിയെങ്കിലും പിന്നീട് ഭയങ്കര ഹൈറ്റ് ഉള്ള കോൺക്രീറ്റ് പില്ലേഴ്സ് വെച്ചിട്ട് ആ വാള് കെട്ടാണ് ഉണ്ടായത്. അപ്പൊ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഒരു കുടുംബത്തിലെ തന്നെ 2 ഫാമിലികൾ ഈ വാളിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടുണ്ട്. അയൽവാസികൾക്ക് പരസ്പരം കാണാൻ പറ്റാതെ അങ്ങനെ ആളുകൾ ഭയങ്കരമായി വിഷമിച്ചൊരു കാലമായിരുന്നു ഈ വാൾ ഉണ്ടാക്കിയ ഒരു സമയം. ഇപ്പൊ ഇവിടെ കാണുന്നതാണ് ചെക്ക് പോയിന്റ് ചാർലി. ഈസ്റ്റ് ബെർലിന്റെയും വെസ്റ്റ് ബെർലിന്റെയും ഇടയിലുണ്ടായിരുന്ന ഏറ്റവും ഫേമസ് ആയ ബോർഡർ ക്രോസിംഗ് ആണ് ചെക്ക് പോയിന്റ് ചാർലി. അന്നത്തെ കാലത്ത് ഫോറിനേഴ്സിനും ഡിപ്ലോമാറ്റ്സിനും ഈസ്റ്റ് ബെർലിനും വെസ്റ്റ് ബെർലിനിലേക്കും പോകേണ്ടിയിട്ടുള്ള ഒരു ബോർഡർ ക്രോസിംഗ് ആയിരുന്നേ ഇത്. ബെർലിനിലെ കോൾഡ് വാറിന്റെ ഒരു പവർഫുൾ സിമ്പിൾ ആയിട്ടാണ് ഈ ചെക്ക് പോയിന്റ് ചാർലി ഇന്ന് നിലനിൽക്കുന്നത്. യുദ്ധമൊക്കെ ഏകദേശം അവസാനിച്ചെങ്കിലും ആ ഒരു യുദ്ധ അന്തരീക്ഷം അവിടെ നിന്ന് ഒരിക്കലും വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ആളുകള് ജനലിലൂടെയും വാതിലുകളിലൂടെയും ഒക്കെ പുറത്തേക്ക് ചാടി ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുകയുണ്ടായി. അപ്പൊ അതൊക്കെ തടയാനായിട്ട് ജനലുകളും വാതിലുകളും വരെ കോൺക്രീറ്റ് വെച്ച് അടക്കുകയുണ്ടായി. അപ്പോൾ അതിൽ ചില ബിൽഡിങ്സ് ഒക്കെ അന്ന് ഉണ്ടായിരുന്നത് തന്നെയാണ്. അപ്പം അന്ന് എന്താക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വശത്തേക്ക് നോക്കുക പോലും കാണുക പോലും ചെയ്യാതിരിക്കേണ്ടിയിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ ഈ വശം കണ്ടോ, അവിടെ ഒരു ജനലോ ഒരു ഡോറോ വിൻഡോയോ ഒന്നുമില്ല. ഫുൾ കോൺക്രീറ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം ഇങ്ങോട്ടേക്കൊരു എന്താ പറയുക, ഒരു വിഷൻ പോലും ഇല്ലാതെ അങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫാമിലീസൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി മതിലിൽ ചാടാൻ ശ്രമിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ കണ്ടില്ല ആൾക്കാർ ചാടാൻ ശ്രമിക്കുക, കുട്ടികളെയൊക്കെ രക്ഷിക്കാൻ ശ്രമിക്കുക. അതായത് ബേസിക്കലി ഈസ്റ്റ് സൈഡ് കഴിഞ്ഞ് വെസ്റ്റ് സൈഡിലെ ഫ്രീഡമാണ്, മോർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ആ ഒരു വെസ്റ്റിലേക്ക് പോകാൻ വേണ്ടിയുള്ള ആഗ്രഹമാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഈസ്റ്റ് ബെർലിനിൽ നിന്ന് വെസ്റ്റ് ബെർലിനിലേക്ക് കടക്കാൻ വേണ്ടി പല പല മാർഗങ്ങൾ ആൾക്കാർ ശ്രമിച്ചിരുന്നു. ചിലർ പുഴ നീന്തി കടക്കാൻ ശ്രമിച്ചു, ചിലർ ടണലുകൾ ഉണ്ടാക്കാൻ നോക്കി. അതായത് ഈസ്റ്റ് ബെർലിനിൽ നിന്ന് വെസ്റ്റ് ബെർലിനിലേക്ക് മതിലിന്റെ അടിയിലൂടെ ടണലുകൾ. ഈ ടണൽ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ കുറേ ആൾക്കാർ അത് പിടിക്കപ്പെട്ട് കുറേ പേര് അവിടെ മരിച്ചിട്ടുണ്ട്. ഏകദേശം 200ഓളം ആൾക്കാർ ഒരു ടണൽ ഉണ്ടാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ മരിച്ചിട്ടുണ്ട്. പക്ഷേ 1-2 ടണലുകൾ മാത്രം സക്സസ്ഫുൾ ആയി കുറച്ച് ആളുകൾക്ക് ഈസ്റ്റ് ബെർലിനിൽ നിന്ന് വെസ്റ്റ് ബെർലിനിലേക്ക് സക്സസ്ഫുള്ളി എത്താനും പറ്റിയിട്ടുണ്ട്. ഈ ഈസ്റ്റ് സൈഡിൽ നിന്ന് വെസ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടണൽ ഉണ്ടാക്കിയിരുന്നു അടിയിൽ കൂടെ. അപ്പോൾ ആ ടണൽ പോയ വഴിയാണ് ഇവിടെ ഈ കല്ലിട്ട് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്ക്, ഇതിലേ ഇങ്ങനെ പോയി, ഇത് ഈസ്റ്റ് സൈഡായിരുന്നു. ഈസ്റ്റിൽ നിന്ന് ഈ മതിലിൻ്റെ അപ്പുറം വെസ്റ്റ് സൈഡാണ്. ആ വെസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരുന്ന ടണലാണിത്. നമുക്ക് എൻ്റെ ഒരു 3 മടങ്ങ് ഹൈറ്റ് ഉണ്ട്. അതായത് മതിൽ ചാടിയെന്ന് ഒരു തരത്തിൽ നമുക്ക് പോകാൻ പറ്റില്ല. ഇനി അഥവാ പോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവർ വെടിവെച്ച് കളയും. അപ്പോൾ എന്നിട്ട് എന്താക്കുന്ന പറഞ്ഞാൽ ആൾക്കാർ കുറേ ടണലുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അടിയിൽ നിന്ന് ഈസ്റ്റ് സൈഡിൽ നിന്ന് ടണലുകൾ നേരെ പോകുന്നു വെസ്റ്റ് സൈഡിലേക്ക്. എന്നിട്ട് സക്സസ്ഫുൾ ആയ ഒരു ടണലോ മറ്റോ ഉള്ളൂ, ബാക്കിയൊക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 1989 ആയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള പ്രൊട്ടസ്റ്റുകളും ഇന്റർനാഷണൽ പ്രഷറും ഒക്കെ ഈസ്റ്റ് ജർമ്മനിനെ ഭയങ്കരമായി ബാധിക്കാൻ തുടങ്ങി. എന്നാൽ 1989 നവംബർ 9 ഈ ബെർലിൻ വാള് പൊളിക്കുകയുണ്ടായി. അതൊരു അബദ്ധം പറ്റിയതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് ജർമ്മൻ ഗവൺമെന്റ് ഒഫീഷ്യലായ ഷബോസ്കി ഒരു ലൈവ് പ്രസ് കോൺഫറൻസ് നടത്തുമായിരുന്നു. അന്നേരം ഈസ്റ്റ് ജർമ്മനി അല്ലെങ്കിൽ ഈസ്റ്റ് ബെർലിന് ആൾക്കാർക്ക് പോകാനുള്ള ട്രാവൽ റെഗുലേഷൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ മൂപ്പര് ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് വായിക്കാതെ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഉടനെ തന്നെ ഈസ്റ്റ് ബെർലിന് വെസ്റ്റ് ബെർലിനിലേക്ക് പോകാൻ ആൾക്കാർക്ക് വഴി ഒരുങ്ങുമെന്ന് പറഞ്ഞ ഉടനെ 10,000 ആളുകൾ ആ ഗേറ്റിലേക്ക് തടിച്ചുകൂടുകയും അവിടെ ഉണ്ടായിരുന്ന സോൾജേഴ്സിന് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ അവരാകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരു ഗേറ്റിന്റെ ഭാഗം തുറന്നു കൊടുക്കുകയുണ്ടായി. അപ്പൊ തന്നെ ആൾക്കാർ അണിനിരന്നു. അങ്ങനെ ഷബോസ്കിയുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു സ്ലിപ്പായിരുന്നു ഇഫക്റ്റീവ്ലി പറഞ്ഞ ബെർലിൻ വാള് വീഴാൻ കാരണം. ഇവിടെ തൊട്ടടുത്തൊരു ബെർലിൻ വാൾ മെമ്മോറിയൽ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, വാളിന്റെ കുറേ ഭാഗങ്ങളും ഇപ്പൊ ഇല്ലെങ്കിലും അതിന് പകരം കമ്പി വെച്ചെങ്കിലും ഇത് ഈ ഒരു സ്ട്രെച്ച് അന്നത്തെ വാളിന്റെ ശരിക്കുള്ള പീസാണ്, ഇവിടുന്ന് അവിടെ വരെ.
നമ്മൾ ഇനി പോകുന്നത് ഈസ്റ്റ് സൈഡ് ഗാലറി കാണേണ്ടിയിട്ടാണ്. ഇത് അവിടെയാണ് നമ്മുടെ ഈസ്റ്റ് സൈഡ് ഗാലറി. അപ്പം അതിൽ ഈ ഒരു സ്ട്രെച്ച് നിറയെ ഗ്രാഫിറ്റീസ് ആണ്. അപ്പം നമ്മളിവിടെ നോക്കിയപ്പം ഇന്ത്യയുടെ കൊടിയൊക്കെ വെച്ചിട്ട് അമൃത് അമ്മാനും എന്താ മഹാവീര കേവലം പിന്നെ സത്യസായിബാബയുടെ പേരൊക്കെ ഉണ്ട്. എൻ്റെ മനസ്സിൽ ബെർലിൻ വാൾ എന്ന് പറയുമ്പം ഈ പടമാണ് വരിക. ഇത് ആക്ച്വലി ഒരു ഒറിജിനൽ ഫോട്ടോഗ്രാഫിനെ റീക്രിയേറ്റ് ചെയ്തതാണ്. ഫ്രട്ടേണൽ കിസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടുന്ന് നടന്ന് ഇവിടെ എത്തിയേ. അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ ഫോണിൽ നമുക്കതങ്ങ് സ്കെയിൽ ആവുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാലാണ് ഈ വോളിൻ്റെ ഒരു മൊത്തം പിക്ചർ കിട്ടാൻ പറ്റുക. പക്ഷേ കിട്ടുക We are